യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ എൻ്റെ ദൈവത്തിന് ഏൽപ്പിച്ചു തരുന്നു. സത്യസന്ധമായി അങ്ങനെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ കുറവും കഴിവുകേടും എൻ്റെ എല്ലാം ദൈവത്തിനറിയാം. ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ മറച്ചു വയ്ക്കാതെ, ന്യായീകരിക്കാതെ എന്നെയും എൻ്റെ ജീവിതത്തെയും ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സമർപ്പിച്ചേൽപ്പിക്കുന്നു. ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ഞാൻ ഇതുപോലെ ഒന്ന് അനുതപിച്ചു, അത് ഏറ്റുപറഞ്ഞു. അപ്പോൾ ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ് ദൈവത്തിൻ്റെ ഒരു ചേർത്തുള്ള ഒരു കെട്ടിപ്പിടുത്തം. അന്നു മുതലാണ് എനിക്ക് ജീവിതം തിരിച്ചു കിട്ടിയത്. അന്നു മുതലാണ് എനിക്ക് പ്രതീക്ഷ തന്നത്, പ്രതീക്ഷ ഉണ്ടായത്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പ്രാർത്ഥിച്ച് ദൈവവചനം കേട്ട ഒരാളുടെ ജീവിതം പുറകോട്ട് പോയി മറിഞ്ഞുപോയി എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ദൈവവചനം സത്യസന്ധമായി കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആരുടെയും ജീവിതം പിറകോട്ടുരുണ്ടുരുണ്ടു പോയി മറിഞ്ഞു വീണുവെന്ന് കേൾക്കില്ല. മറിച്ച് പുറകോട്ട് പോയി മറിഞ്ഞു വീഴേണ്ട സാഹചര്യമായാലും ദൈവം അവരുടെ ജീവിതത്തെ അവരുടെ കയ്യിൽ പിടിച്ച് ദൈവം മുന്നോട്ടാണ് കൊണ്ടുപോകുന്നത്. മുന്നോട്ട് ദൈവം കൊണ്ടുപോകും. ദൈവം നടത്തുന്നത് പുറകോട്ടേക്കല്ല, മുന്നോട്ടാണ്. ദൈവം പ്രാർത്ഥിക്കുന്ന നിങ്ങളെ നയിക്കുന്നത് പുറകോട്ടല്ല, മുന്നോട്ടാണ്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ വചനം കേൾക്കുന്നവരോട് പറയട്ടെ, ചിലരൊക്കെ കൂടുതൽ പറയുന്നത് ഏത് വാക്കാണെന്നറിയാമോ? പിശാചുണ്ട്, പ്രശ്നമാണ്, ബന്ധനമാണ്, അയാൾ മന്ത്രവാദം നമുക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ തകർത്ത് പൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുക, നമ്മളെ ഇല്ലാതാക്കാൻ നോക്കുന്നത് അവരങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടാകട്ടെ. നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയണം, വിശ്വാസത്തിൽ പറയണം, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇന്നും ജീവിക്കുന്നൊരു ദൈവം എനിക്കുണ്ട്, എന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്, എനിക്ക് ചുറ്റും അഗ്നിയുടെ സംരക്ഷണം തീർക്കുന്നൊരു ദൈവമുണ്ട്, ഞാൻ വിശ്വസിക്കുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. പിന്നെ ഞാൻ എന്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് അധികമായി ഭയപ്പെടണം? എനിക്കൊരു ദൈവമുണ്ട്, എന്നെ നടത്തുന്ന ദൈവമാണ്, എന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്നത് വിശ്വസിച്ച് പറയണം കേട്ടോ. അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ പറഞ്ഞു, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യട്ടെ. ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഇതാ, എനിക്കൊരു ദൈവമുണ്ട്, എന്നെ സഹായിക്കുന്നൊരു ദൈവം എനിക്കുണ്ട്, എന്നെ രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം പാതി വഴിക്ക് എൻ്റെ ജീവിതം ഇട്ടേച്ച് പോവില്ല. അത് വിശ്വസിക്കുവാണ്, അത് പ്രാർത്ഥിക്കുവാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം കേൾക്കുന്ന വചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57 അധ്യായം 18 വാക്യം. ഞാൻ അവൻ്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും, അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും, അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടയാകും. അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് പാട്ടുകൾ ഉയരാൻ ഇടയാകും. സാക്ഷ്യമാണ്. ഈ ആലയത്തിലെ സാക്ഷ്യം ഇതാണ്. കണ്ണുനീരോടെ വന്നവർ, വേദനയോടെ വന്നവർ, പ്രതിസന്ധികളുമായി വന്നവർ, കീർത്തനങ്ങൾ പാടാൻ ഇടവന്ന സ്ഥലമാണിത്. സങ്കടപ്പെട്ടു വന്നവരെ ദൈവം ആശ്വസിപ്പിച്ച സ്ഥലമാണിത്. അനേകരെ ദൈവം കൈപിടിച്ചുയർത്തിയ സ്ഥലമാണ്. വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടയാകും. നിങ്ങളും കണ്ണുനീരോടെയൊക്കെ പ്രാർത്ഥിക്കുന്നവരും സങ്കടത്തോടെ ഇരിക്കുന്നവരൊക്കെയാണോ? ഒത്തിരി വിഷമത്തോടെ വരുന്നവരാണോ? പ്രാർത്ഥിക്കുന്നവരാണോ? പ്രിയപ്പെട്ടവരെ, വിലപിച്ചവരുടെ അധരങ്ങൾ, സങ്കടപ്പെട്ട ഹൃദയങ്ങൾ,
ഞാൻ പണ്ട് പറഞ്ഞൊരു കാര്യമാണ്, കുറച്ചു നാൾ മുമ്പും അത് പറഞ്ഞു. വിഷമം ഉള്ളിലുള്ളവരാണോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറ്റാരുടെ പ്രാർത്ഥനയേക്കാൾ ദൈവസന്നിധിയിൽ വിലയുണ്ട്. മറ്റാരുടെ പ്രാർത്ഥനയേക്കാൾ വേഗത്തിൽ ഉത്തരം കിട്ടുന്നത് മനസ്സ് വേദനിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം തള്ളിക്കളയത്തില്ല. പ്രാർത്ഥന എന്ന മഹാശക്തിയുടെ അത്ഭുതമാണ് ഈ നിൽക്കുന്ന എൻ്റെ ജീവിതം പോലും. പ്രാർത്ഥിച്ചാൽ അത്ഭുതമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്കുള്ള അത്ഭുതമാണ് ഈ നിൽക്കുന്ന എൻ്റെ ജീവിതം പോലും. അതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാനായി ഒന്ന് ഒരുങ്ങുക. വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടവരും. ഇന്ന് ഏത് കാര്യങ്ങളിലൊക്കെയാ വിലപിക്കുന്നത്, സങ്കടപ്പെടുന്നത്, മനസ്സ് വല്ലാതെ വേദനിക്കുന്നത്? ജോലിയില്ലല്ലോ, വീട് ശരിയായില്ലല്ലോ, പിള്ളേരുടെ കല്യാണം ആയില്ലല്ലോ, കല്യാണം പലതും മുടങ്ങിപ്പോവുകയാണല്ലോ, കെട്ടിച്ചുവിട്ട എൻ്റെ മകളുടെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടതയാണല്ലോ, കല്യാണം കഴിച്ച എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ലല്ലോ, അവൻ്റെ കൊച്ചുങ്ങൾക്കൊക്കെ ഇച്ചിരി രോഗമൊക്കെ ആണല്ലോ, ഒത്തിരി സാമ്പത്തിക പ്രയാസമാണല്ലോ, പ്രതിസന്ധിയാണല്ലോ, ആ ബാങ്കിലെ പണം എങ്ങനെ അടയ്ക്കാനാ, പലിശയെങ്കിലും എങ്ങനെ കൊടുക്കാനാ, ആ ബാങ്കിൽ വെച്ച ആ സ്വർണം, പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ പറ്റുമോ, സ്ഥലവും വീടൊക്കെ ഒന്ന് വിൽക്കാൻ പറ്റുമോ, ഈ രോഗം സൗഖ്യമാകുമോ, ഈ രോഗം മാറി വരുമോ, എനിക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാകുമോ? പല കാര്യങ്ങളിലും വിലപിക്കുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, വാക്കുകൾ കൊണ്ട് മുറിഞ്ഞ മനുഷ്യരുണ്ട്. വാക്കുകൾ കൊണ്ട് കത്തിക്ക് മുറിക്കുന്നേക്കാൾ വേദനയാ വാക്കുകൾ കൊണ്ട് മുറിയുന്ന മനസ്സ് മുറിഞ്ഞാലുള്ള വേദന. അത് ഇടയ്ക്കിടയ്ക്കെല്ലാം ഓർമ്മ വരും. വാക്കുകൾ കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നോട്ടം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, വിലപിക്കുന്നവരാണോ, വിഷമിക്കുന്നവരാണോ, സങ്കടപ്പെടുന്നവരാണോ, വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനം, അത് സന്തോഷത്തിൻ്റെ അടയാളമാണ്. കീർത്തനങ്ങൾ ഉയരാൻ ദൈവം ഇടയാക്കും. ചിലർ വാടക വീട്ടിൽ, ചിലർക്ക് വീടായിട്ടില്ല, ചിലർ ചോർന്നൊലിക്കുന്ന വീട്ടിൽ, ചിലർ മഴക്കാലത്തിൻ്റെ ജോലിയില്ല, പണിയില്ല, പട്ടിണിയാണ്, വിട്ടുമാറാത്ത രോഗം. ഇന്നെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരു കുടുംബമായിരുന്ന് പ്രാർത്ഥിച്ചേ. ഒറ്റയ്ക്ക് എൻ്റെ കാര്യം നടക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ കാര്യങ്ങളെല്ലാം അനുഗ്രഹമാകട്ടെ. നമ്മളെ ദൈവം സഹായിക്കട്ടെ. ദൈവവചനം നമ്മളോട് പറയുക, വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ദൈവമിടയാക്കുമെന്ന്. വിഷമിക്കുന്ന നിങ്ങളോടാണ് പറഞ്ഞ്, നിങ്ങളുടെ മുഖത്ത് നോക്കിയ ദൈവം ഇന്നിത് സംസാരിച്ചേ. സന്തോഷത്തോടെ ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചേ, ആമേൻ പറഞ്ഞ് സ്വീകരിച്ചേ. കർത്താവേ, ഇന്ന കാര്യങ്ങളിൽ എനിക്ക് മടുപ്പാണ്, ഇന്ന കാര്യങ്ങളിൽ ഞാൻ വേദനിക്കുന്നുണ്ട്, ഇന്ന കാര്യങ്ങളിൽ എനിക്ക് സങ്കടമാണ്, ഇന്ന കാര്യങ്ങളിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരിഞ്ച് പറ്റുന്നില്ല. സാരമില്ല, എൻ്റെ ഭർത്താവ് ഇങ്ങനെയായി പോയല്ലോ, എൻ്റെ ഭാര്യ ഇങ്ങനെയായി പോയല്ലോ, എൻ്റെ മാതാപിതാക്കൾ എന്താ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നേ, എനിക്ക് ആ വീട്ടിലോട്ടൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഈ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ശ്വാസം മുട്ടലാണല്ലോ, എങ്ങോട്ടേലും പോയാലോ. ഇങ്ങനെയൊക്കെയും ചിന്തിക്കുന്നവരുണ്ട്. ദിവസങ്ങൾ, മാസങ്ങളായി ഹോസ്പിറ്റലിൽ തന്നെ കഴിയുന്നവരുണ്ട്. ദിവസങ്ങൾ, മാസങ്ങളായിട്ട് പ്രാർത്ഥിച്ച് വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ദൈവം ഇടയാക്കും. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഈ വചനം സ്വീകരിക്കുന്നുണ്ട്. നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരും ബഹുമാന്യരുമാണ്. ഞങ്ങൾ നിങ്ങളെ കാണുന്നത് കൊള്ളരുതാത്തവരും പാപികളും മോശക്കാരുമായിട്ടല്ല. പ്രാർത്ഥിക്കുന്നവരെ ചിലർ പറയും അവർ കൊള്ളരുതാത്തവരും മോശക്കാരും പാപികളും ഒക്കെയാണ്. നമ്മൾ പാപികളായതുകൊണ്ടും കൊള്ളരുതാത്തവരായതുകൊണ്ടും ഒന്നുമല്ല വചനം കേൾക്കുന്നത്, ദൈവമക്കളായതുകൊണ്ടാണ്. ഞാനും നിങ്ങളും ദൈവമക്കളായതുകൊണ്ടാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നിൽക്കുന്നവരായതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരില്ല. എൻ്റെ ദൈവം എന്നെ സഹായിക്കും.
എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. ഇന്നെനിക്കൊരു നല്ല ദിവസമായിരിക്കും. ഇന്ന് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് മനസ്സിലാകും. എന്നെ സഹായിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അനുഗ്രഹം ഉണ്ടാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും യാത്രകളിലും എല്ലാം ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. താമസിക്കാൻ നല്ല വീട്, സഞ്ചരിക്കാൻ നല്ല വാഹനം, ഭക്ഷിക്കാൻ നല്ല ആഹാരം, നല്ലൊരു ആത്മീയ ജീവിതം, നല്ലൊരു കുടുംബ ജീവിതം, ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ എല്ലാവരും തമ്മിൽ ഐക്യമുള്ള ഒരു നല്ല സന്തോഷമുള്ള വീടുണ്ടാകട്ടെ. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരനുഗ്രഹം തന്ന് ദൈവത്തിലേക്ക് നിങ്ങൾ അടുക്കാനിടയാകട്ടെ. ഒരു സൗഖ്യം ലഭിച്ച് ദൈവത്തിലേക്ക് അടുക്കാനിടയാകട്ടെ. ഒരു വിടുതൽ ലഭിച്ച് ദൈവത്തിലേക്ക് അടുക്കാനിടയാകട്ടെ. ഒരനുഗ്രഹം ലഭിച്ച് ദൈവത്തിലേക്ക് അടുക്കാൻ ഇടവരട്ടെ. സംഭവിക്കും, നല്ലത് വരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. മഴക്കാലമാണ്, പകർച്ചവ്യാധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നെല്ലാം ദൈവം സൂക്ഷിക്കട്ടെ. വാഹനങ്ങൾ ഓടിക്കുന്നവർ സുരക്ഷിതരായിരിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷത്തോടെ ആയിരിക്കുക. സാധ്യമായി എല്ലാവർക്കും അയച്ചൊക്കെ കൊടുക്കണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണണം. കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരുമിച്ച് സൂക്ഷിക്കട്ടെ.